7 വർഷത്തിന് ശേഷം ബാലാസാഹേബ് താക്കറെ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വം, അദ്ദേഹം കെട്ടിപ്പടുത്ത ആ സാമ്രാജ്യം, അത് കൊണ്ടു നടക്കേണ്ടവരായിരുന്നു ഇന്ന് നമ്മൾ കാണുന്ന ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും എല്ലാം. എന്നാൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന BMC ഇന്ന് അവരുടെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. എന്തായിരിക്കും അതിന് കാരണങ്ങൾ? നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും വോട്ടർ മെഷീൻ, വോട്ടർ ലിസ്റ്റ്, മഷി, നമ്മൾ എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് തോന്നുന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ 3 പ്രധാന കാര്യങ്ങൾ നമ്മളിത് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ശക്തമായ ഒരു പ്രതിപക്ഷവും ഭരണപക്ഷവും ഉണ്ടായിരുന്നൊരു സാഹചര്യം മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നു. അതിനെ മൊത്തം ഛിന്നഭിന്നമാക്കിയതായിരുന്നു ഇവിടുത്തെ അധികാര വടംവലികൾ. അതോടെ എന്തായി? ആളുകൾക്ക് നിലപാടുകളിലും ആശയങ്ങളിലുള്ള വിശ്വാസം പോയി. കാരണം ഇന്ന് ഇവിടെ നിൽക്കുന്നവർ നാളെ അവിടെ പോയി നിൽക്കും, നാളെ അവിടെ നിൽക്കുന്നവർ ഇന്ന് ഇവിടെ വന്ന് നിൽക്കും. കോർ ഐഡിയോളജി, അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യുന്നുണ്ടായിരുന്നത് 2 കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ. ഒന്ന്, ഭാഷാവാദം, അതായത് നമ്മുടെ ഈ മറാത്തി മണ്ണിൽ നിന്ന് വരുന്ന ആ ഒരു വാദമുണ്ട്, സ്വരാജിൻ്റെ വാദം. 2 എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദുത്വവാദം. 3 എന്ന് പറയുന്നത് സെക്യുലറായിട്ട് ഒരു പൊസിഷനായിട്ട് എടുക്കുന്നവർ. ഇവർ തമ്മിലായിരുന്നു മഹാരാഷ്ട്രയിൽ എന്നും മത്സരം. പക്ഷേ ഇപ്രാവശ്യം എന്താണ് ഉണ്ടായിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, BJPയുടെ വരവോടെ, അതായത് എൻട്രി പോയിന്റ് BJP എങ്ങനെയാണ് കൊണ്ടുവന്നും കൂടി നമ്മൾ ആലോചിക്കണം. അതായത് ഓപ്പോസിഷൻ മൊത്തമായിട്ടും വിഭിന്നമായി, അതിൽ ഒരുപാട് തുക്കട ആളുകളായി, ഓരോ കഷ്ണങ്ങളായി മാറി. അവർക്ക് സ്വന്തമായി നിലനിൽപ്പില്ലാണ്ടായി. അവരുടെ ആശയ ദാരിദ്ര്യം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഈ മറുകണ്ഠം ചാടലും നിലപാടില്ലായ്മയും കാരണം ജനങ്ങൾക്ക് അവരുടെ മുകളിലുള്ള വിശ്വാസം കുറഞ്ഞു തുടങ്ങി. ആകെ ഒരേ സ്ഥലത്ത് നിന്നുണ്ടായിരുന്നത് ഈ ഫഡ്നാവിസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ മാത്രമാണ്. ഇദ്ദേഹമാണ് അങ്ങോട്ടും ഇങ്ങോട്ട് ചാടാണ്ട് ബാക്കിയുള്ളവരെ ചാടിക്കേണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ബോംബെ BMCയിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടിസ്ഥാനപരമായിട്ട് പലതരം ആവശ്യങ്ങളുണ്ട്. അവിടുത്തെ ചോളുകൾ റീഡെവലപ്പ് ചെയ്യണമായിരുന്നു, അതൊന്നും നടന്നിട്ടില്ല. 25 കൊല്ലം അവിടെ ഉണ്ടായിട്ടും മുംബൈയിലെ ഇന്നത്തെ റോഡിൻ്റെ ചില അവസ്ഥകൾ, ചില പ്രദേശങ്ങൾ, കുടിവെള്ള പ്രശ്നങ്ങൾ, അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ഈ ചോളുകൾ റീഡെവലപ്പ് ചെയ്ത് അവർക്ക് ഫ്ലാറ്റ് കൊടുക്കേണ്ട വിഷയങ്ങൾ, ഇതൊന്നും നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു വിഷയമാണ്. ആ വിഷയത്തെ കാണിച്ചുകൊണ്ട് വെർലിയിലെ BD ചോള് ഈ ഗവൺമെൻറ്, അതായത് ഫഡ്നാവിസിൻ്റെ നേതൃത്വത്തിൽ അത് ഡെവലപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ അതൊരു ഇമ്പാക്റ്റാണ്. കോസ്റ്റൽ റോഡ്, അതേപോലെ പല കാര്യങ്ങളും ഇവർ തുടങ്ങി വെച്ച് അത് പൂർത്തീകരിക്കാതെ അല്ലെങ്കിൽ അതിന് വേണ്ടി ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാതെ ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇലക്ഷൻ വരുമ്പോൾ മാത്രം നമ്മുടെ ഈ വോട്ട് വാങ്ങാൻ മാത്രമായിട്ട് പറയുന്ന ഈ ഒരു വാചകം ഉണ്ടല്ലോ, ഭാഷാവാദം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു മറാഠി സെൻറ്റിമെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജനറേഷനിൽ അതില്ല. അതാണ് അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഇതൊരു കോസ്മോപൊളിറ്റൻ ക്രൗഡായി തുടങ്ങി. യങ്ങർ ജനറേഷന് വേണ്ടിയിട്ട് അവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വേണം, അവർക്ക് വികസനം വേണം. അപ്പോൾ അവർക്കറിയാം നമ്മൾ ഈ പഴയ പോലെ ഭാഷാവാദം പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ട്, അലോസരങ്ങളുണ്ട്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതൊരു വിവാദമാക്കാം. പക്ഷേ ഈ വിവാദം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് ഇവിടുത്തെ മനുഷ്യരും പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഒരു അടയാളമാണ് ഇവർ ഭാഷാവാദം കത്തിക്കാൻ നോക്കിയിട്ട് പോലും ഈ റിസൾട്ട് ഇങ്ങനെ വന്നത് എന്നുള്ളത്. 2 എന്ന് പറയുന്നത്, അവർക്ക് ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ലീഡർ എന്ന് പറയുന്നത് ഉയർത്തിപ്പിടിക്കാൻ, അതായത് ആശയത്തിൽ നിലകൊണ്ട് ബാലാസാഹേബൊക്കെ ചെയ്ത അതാണ്. അദ്ദേഹം തോറ്റാലും ജയിച്ചാലും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ചില ആശയങ്ങളുണ്ട്, അതിൽ നിന്ന് അദ്ദേഹം ഒരിക്കലും വ്യതിചലിച്ചിട്ടില്ല. അത് തന്നെയാണ് ഈ വിജയം കാണിക്കുന്നത്. ഇത് ബാലാസാഹേബ് ഉണ്ടായിരുന്നെങ്കിൽ സന്തോഷിക്കേണ്ട